ഇപ്പോൾ ബഹ്റൈനിൽ നിന്നും വിബിത വിനീത് ചേരുകയാണ്. വിബിത, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. വിബിത ബഹ്റൈനിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു, കെട്ടിടങ്ങളിൽ നിന്നുമൊക്കെ പുക ഉയരുന്നതടക്കം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദൃശ്യം പകർത്തിയത് വിബിതയാണോ? എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ആ ദൃശ്യം പകർത്തിയത്. അവര് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, മനാമ അവരായിരുന്നു. ഓക്കെ വിബിത, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ആക്ച്വലി ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ അലർട്ട് വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് മൊബൈലിൽ മെസ്സേജസ് വരുന്നുണ്ട് മിനിസ്ട്രിയുടെ. അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഓഫീസിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ സ്റ്റേ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വന്നിട്ടുള്ള മെസ്സേജ്. അപ്പൊ നമ്മുടെ ഫോണുകളിൽ മെസ്സേജസ് കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മിനിസ്ട്രിയിൽ ഒരു ഇൻഫർമേഷൻ വരുന്ന വരെ എല്ലാവരും എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിബിത, നോക്കൂ, ഈ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം പ്രധാനമായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്കാണോ ആക്രമണം ഉണ്ടായത്? ഈ കെട്ടിടത്തിൽ നിന്നും പുക ഉയരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനാമയിലാണ് നമ്മുടെ ഈ വ്യോമസേന ഉള്ളത്. പക്ഷെ ജുഫേർ ഏരിയയിൽ മാത്രമല്ല, റിഫ, ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഓഫീസ് റിഫ ബുക്വാറ ഭാഗത്താണ്. ആ ഭാഗത്തും ഇപ്പോൾ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഏത് ഭാഗത്താന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഭാഗത്ത് മാത്രമല്ല, നമ്മൾ ഈ ഭാഗത്തും ബുക്വാറ ഏരിയയിലും ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വിബിത, നോക്കൂ, സൗദി അടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു. വിബിത, അവിടെയുള്ള മറ്റു രാജ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ആ വിവരങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോ ഫ്രണ്ട്സുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അബുദാബിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ. അപ്പൊ അവരും പറയുന്നുണ്ട് അവിടെ മുഴുവൻ ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അബുദാബിയിൽ നിന്ന്. പിന്നെ എന്റെ ഫ്രണ്ട് എയർപോർട്ടിൽ ഇപ്പൊ ബ്ലോക്കായി നിൽക്കുവാന്ന് പറഞ്ഞു. എല്ലാവർക്കും സിറ്റുവേഷൻ സെയിം തന്നെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. പല ആളുകളും ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട്. നമുക്ക് ഫ്രൈഡേ ആണ് ഇവിടെ ഓഫ് വരുന്നത്. അപ്പൊ സാറ്റർഡേ പല ആളുകളും ഓഫീസിൽ. ഇപ്പൊ എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലും എന്റെ മക്കള് വീട്ടിലാണ് ഉള്ളത്. ഞാനിപ്പോ ഓഫീസിലാണ് ഇരിക്കുന്നത്, എന്റെ മക്കൾ വീട്ടിലാണ് ഉള്ളത്. ഇതിന്റെ നടുക്കിലാണ് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പല ആളുകൾക്കും ആ സിറ്റുവേഷനിലായിരിക്കാം. എന്താന്ന് വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഇവിടെ. ഞങ്ങൾക്ക് ബഹ്റൈനിൽ ഇന്ന് സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്. ഓക്കെ വിബിത, ഈ മറ്റുള്ള വിബിതയ്ക്ക് സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഈ ഒമാനിലും കുവൈറ്റിലും സൗദിയിലും UAE-യിലും ഒക്കെ കാണുമല്ലോ. അവരോടൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? സംസാരിക്കാൻ വാട്സാപ്പ് വഴി മെസ്സേജസ് അയക്കുന്നുണ്ട്. കോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് വാട്സാപ്പ് വഴി മാത്രം മെസ്സേജസ് അയക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും മെസ്സേജസിന് ഇങ്ങനെ ചില ആളുകൾ റിപ്ലൈ തരുന്നുണ്ട്, ചില ആളുകൾ റിപ്ലൈ തരുന്നില്ല. ഇതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഭയങ്കര സൗണ്ടില് ബ്ലാസ്റ്റിങ് ഭയങ്കര സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ വിബിത, ഈ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഭരണകൂടം? ആക്ച്വലി മിനിസ്ട്രിയിൽ നിന്ന് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നതിന്റെ എനിക്ക് തോന്നുന്നു ഒരു 5 or 10 minutes മുമ്പേ നമുക്ക് അലർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, എല്ലാവരും പുറത്തിറങ്ങരുത് എന്ന്. അപ്പൊ നമ്മൾ എല്ലാവരും ബഹ്റൈനിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു, എവിടെയാണ് പ്രശ്നം. നമുക്ക് അങ്ങനെ ഒരു എവിടെയാണെന്നുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നില്ല. മുമ്പ് കഴിഞ്ഞ ഒക്ടോബറിൽ ഈ സെയിം സംഭവം ഉണ്ടായപ്പോൾ നമ്മളെടുത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുഫേർ ഭാഗത്തുള്ള ആളുകളാണ് മാറി നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മെസ്സേജിൽ നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് വന്ന മെസ്സേജസിൽ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, അലർട്ട് വരുന്നു മാത്രം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തം മിനിസ്ട്രിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ജുഫേർ മാത്രമല്ല, അങ്ങനെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ജുഫേർ ഏരിയയിലാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ മെസ്സേജ് ആയിരുന്നു, സേഫ് ആയിട്ട് ഇരിക്കണം എന്ന്. ഒരു മെസ്സേജ് വന്നു, ഒരു 5 minutes കഴിയുമ്പോഴത്തേനും ഫുൾ സൗണ്ട് ആയിരുന്നു ഓഫീസിൽ. പിന്നെ ബിൽഡിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചെറുക്കിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണോ, ഓഫീസിലാണോ അതോ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ? താമസ സ്ഥലത്തേക്ക് ഞാനിപ്പോ ജസ്റ്റ് ഇതാ വന്ന് കയറി. ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തു, അവിടുന്ന് ഇപ്പൊ ജസ്റ്റ് പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് പുകയാണ്. ഈ ഭാഗത്ത് തന്നെ ബുക്വാറ റിഫ ഏരിയയില്. വിബിത, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഒരു സ്ഥലത്ത് മാത്രമാണോ, അതായത് ഒരു കെട്ടിടത്തിന് നേർക്ക് മാത്രമാണോ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്? അവിടെ നിന്നുമുള്ള പുകയുയരുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. വീണ്ടും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജുഫേർ ഭാഗത്ത് 2-3 സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ വരുമ്പോ
ഈ ബുക്ക്വാറ സൈഡിൽ റിഫ ഏരിയയിലും ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ശരി വിവിധ, എന്തായാലും മുന്നറിയിപ്പുകളൊക്കെ പാലിച്ച് സുരക്ഷിതമായിരിക്കൂ. ഓക്കെ. താങ്ക് യു.